തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഭീകരനായി ചിത്രീകരിച്ചത് CPM-ലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്ന അച്ചടക്ക നടപടിയെ തുടർന്ന് CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി. തന്നെ പുറത്താക്കിയത് ഗൂഢാലോചനയുടെ ഭാഗം. CPM ഏരിയ കമ്മിറ്റി തന്നെ വിശ്വാസത്തിലെടുത്തില്ല എന്നും മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നുമാണ് പ്രമോദ് പറഞ്ഞത്. കോഴിക്കോട് ജില്ലയിലെ CPM-നകത്തെ ഉൾപ്പോരിന്റെ ഇരയാണ് താനെന്നാണ് PSC കോഴ വിവാദത്തെ തുടർന്ന് CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി പറയാതെ പറയുന്നത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയ ഒരാൾ പാർട്ടിക്കകത്തുണ്ടെന്നും മറയേതുമില്ലാതെയാണ് പ്രമോദ് തുറന്നു പറഞ്ഞത്. മാത്രമല്ല PSC കോഴ വിവാദത്തിൽ പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും തന്റെ വിശദീകരണം മുഖവിലേക്കെടുക്കാൻ CPM തയ്യാറായില്ലെന്നും പ്രമോദ് വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തും. സ്വാഭാവികമായിട്ടും ആ ഏരിയ കമ്മിറ്റി യോഗത്തിനകത്ത് എന്നെ പങ്കെടുപ്പിച്ചില്ല. ജില്ലാ സെക്രട്ടേറിയറ്റോ ജില്ലാ കമ്മിറ്റിയോ എന്താണെന്ന് എനിക്കറിയില്ല. സംസ്ഥാന കമ്മിറ്റി ഉണ്ടല്ലോ, ആ സംസ്ഥാന കമ്മിറ്റിക്ക് ഞാൻ ഇതിന് വിശദീകരിച്ചിട്ടുള്ള കത്ത് ഞാൻ കൊടുക്കും. പ്രമോദ് CPM-ന് പരാതി നൽകുമ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങൾ CPM-ന് പരിശോധിക്കേണ്ടതായി വരും. വെള്ളക്കടലാസിൽ മേൽവിലാസം ഒന്നുമില്ലാതെ ഒരു പരാതി കിട്ടിയാലും അതിനെപ്പറ്റി അന്വേഷിക്കുമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതിനാൽ പ്രമോദിന്റെ പ്രതികരണങ്ങൾ CPM-നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു. മുതിർന്ന നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചുള്ള പരാതിയാകുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. ജനങ്ങളോട് മറുപടി പറയേണ്ടതും മുൻപ് ഒതുക്കി തീർത്തതുമായ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമോ എന്നാണ് CPM ഭയപ്പെടുന്നത്. അതേസമയം നിയമവിദഗ്ധരുമായി ആലോചിച്ച് പോലീസിന് പരാതി കൊടുക്കാനും പ്രമോദ് തയ്യാറെടുക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്.